ഹലോ ഗായ്സ്, നമ്മുടെ ഇന്ത്യൻ നേവി ഹിസ്റ്ററി കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ഇന്ത്യൻ നേവി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് പോകുന്നത്. സോ നമുക്ക് അതിനുള്ളത് എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. നമ്മൾ ഒരുപാട് തവണ ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഒന്ന് കയറാൻ പറ്റിയത് കേട്ടോ. കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സെറ്റപ്പ് ആയിരുന്നു എന്ന് മനസ്സിലായത്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഡിഫറെൻറ്റ് ലാൻഡ് മാർക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ആൻഡ് ഈ ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മേജർ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു QR ഉണ്ട്, അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഇതേ നമ്മുടെ INS വിക്രാന്ത്, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള ഒരു ഷിപ്പ് അല്ലേ, അതിനൊരു മോഡൽ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മ്യൂസിയം ഞാനൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് തന്നെ പറയും. എസ്പെഷ്യലി നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് പെർ ഹെഡ് 50 രൂപയാണ്. ടൈമിങ്സ് വരുന്നത് മൺഡേയ്സ് അവധിയാണ്, അതർ ഡേയ്സിൽ രാവിലെ 10 മണി മുതൽ 1:30 വരെയും 2:30 മുതൽ 5:30 വരെയുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടോളൂ.